ആറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിധി ഹരീഷിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വിടുന്നത്. നീതു വരുവാണെങ്കിൽ നീതുവിനോട് സംസാരിക്കണം. നിൻ്റെ അന്നേരത്തെ സിറ്റുവേഷൻ എന്തോന്ന് അവൾക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവൾ പിണങ്ങിയതിന് ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ അല്ലെങ്കിൽ നീ പറയണമായിരുന്നു, നീ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം നീതുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അത് നീ ചെയ്തില്ല. അതുകൊണ്ട് നീതു വരുമ്പോൾ നീ സംസാരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഹരീഷാണെങ്കിൽ നിധി പറയുന്നത് പോലെ തന്നെ എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീതു വരുന്നുണ്ട്. നീതു വരുമ്പോൾ ഉടനെ വന്ന് ഹരീഷിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പം നീതു ചോദിക്കുന്നുണ്ട്, എന്താ എന്നോട് പിണക്കമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. നീ അല്ലെങ്കിൽ അന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറയാനിട്ടായിരുന്നു നീ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണെന്ന്. നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ എങ്ങനെ അറിയാനാ നീ ആ പ്രശ്നത്തിൽ നിൽക്കുകയാണെന്ന് എന്ന് നീതു ചോദിക്കുകയാണ്. അപ്പം ഹരീഷാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും നാൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ടായി. എന്നാൽ നീ എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുവാണെന്ന്. പിന്നെ ഞാൻ ഇന്നലെ അവിടെ ചെന്ന് വീട്ടിൽ വന്നപ്പോഴാണ് ഏട്ടത്തി പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് നീതു ഹരീഷിനോട് പറയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, ഞാൻ ആ കാര്യം പറയാൻ നീ എനിക്കൊരു അവസരം തന്നോ? നീയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നോട് പറയാതെ കറങ്ങാൻ ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ ഒരവസരം നീ എനിക്ക് തന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുകയാണ്. അപ്പോൾ നീതു പറയാണ്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഹരീഷിനോട് പറയുകയാണ്. എനിക്കറിയാതെ പറ്റിപ്പോയതല്ലേ, എന്നോട് ക്ഷമിക്കുന്നേ എന്ന് പറയാണ്. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, നീ പിന്നെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പോലും നിനക്ക് കേൾക്കാൻ വയ്യ. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. നിന്നോട് ഒരു തരത്തിലും എനിക്കിപ്പം ദേഷ്യമില്ല എന്ന് ഹരീഷ് പറയാണ്. അപ്പം നീതു പറയുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിൽ നീ എനിക്കൊരു മെസ്സേജ് അയക്കാൻ തരുന്നു, ഞാൻ പിന്നെ വിളിക്കാം, ഞാനൊരു പ്രശ്നത്തിലാണ് എന്നുള്ള രീതിയിലെങ്കിലും ഒരു മെസ്സേജെങ്കിലും എന്നെ അറിയിച്ചാൽ മതിയായിരുന്നു. എനിക്ക് കാര്യം മനസ്സിലായേനെ. ഇപ്പം നീ എന്നോട് ഒന്നും പറയാതെ ദേഷിക്കുക മാത്രം ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വേറെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് അത് എൻ്റെ തെറ്റാണെന്ന് നീതു പറയുകയാണ്. അങ്ങനെ ഹരീഷും നീതും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് നീ ഒന്ന് വാക്ക് കൊടുക്കുകയാണ്. ഹരീഷ് പറയാണ്, നിൻ്റെ വാക്കല്ലേ, നീ വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഇങ്ങനെ തന്നെ ചെയ്യുമെന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടിൻ്റെയും പിണക്കങ്ങളൊക്കെ തീരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ റെഡിയാവുകയാണ്. അങ്ങനെ സുധീഷിനോട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് സുധീഷ് പറയുന്നുണ്ട്, നിധി മോള് പോയിട്ട് വാ, ഈ ജോലി എന്തായാലും മോൾക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ നിധി പറയണേ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും എൻ്റെ അച്ഛനും ചേട്ടനും അത്ര പെട്ടെന്നൊന്നും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇത് കുളമാക്കാൻ നോക്കും, അതെനിക്ക് ഉറപ്പാണ്. പണ്ടത്തെ തൊട്ട് എനിക്ക് വലിയ ആത്മവിശ്വാസമൊന്നുമില്ല സുഭാഷേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എന്തായാലും ആത്മാർത്ഥമായിട്ട് മോൾ പരിശ്രമിക്കുക, ഫലം കിട്ടുമോ ഇല്ലയോ നമ്മൾ നോക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. കൂടെ പോകുന്നത് സുധീഷാണ്. അങ്ങനെ വണ്ടി കയറി രണ്ടുപേർ ഇരുന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നിധിയെടുത്താണെങ്കിൽ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ടെൻഷനുണ്ട്, പണ്ടത്തെ കൂട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. ഒരു പ്രാവശ്യം ആ പ്രശ്നം ഉണ്ടായി, അവിടെ ഞാൻ ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് ചെന്നപ്പോൾ ആ സൂര്യയെ കണ്ടപ്പം ആകപ്പാട് ഞാൻ ഒന്ന് വല്ലാതായി. അതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി, അത്ര പെട്ടെന്നൊന്നും എനിക്ക് ജോലി കിട്ടാൻ അവരാരും സമ്മതിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതിനുശേഷം അച്ഛനിപ്പം നമ്മളോടുള്ള ഒരു വിരോധം അതും എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, താൻ അതൊന്നും വിചാരിക്കേണ്ടടോ, നമ്മൾ നന്നായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കുക, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ആരെയും ഭയന്ന് ഒന്നിനോട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് സുധീഷ് പറയാണ്. അപ്പം നിധി പറയാണ്, എനിക്ക് നല്ല വിഷമമുണ്ട് സുധീഷ്, ഞാൻ കാരണം ആർക്കൊക്കെ പ്രശ്നമുണ്ടായി. എൻ്റെ അച്ഛൻ എന്തുമാത്രം നന്നായിട്ട് എന്നെ അഭിനയിച്ചത്, സുധീഷിനെ എന്തുമാത്രം ഉപദ്രവിച്ച് ഞാൻ കാരണം സുധീഷിനൊരു പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കുന്നുണ്ട്. ഞാൻ കാരണം മറ്റൊരാൾക്ക് ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല നിധി, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നം ഇത്രയും ഉണ്ടായതെന്ന് നിധി ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടിയല്ലേ സുധീഷ് ഈ അടി മൊത്തം കൊണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയണം, അങ്ങനൊന്നും വിചാരിക്കേണ്ട നിധി, നിധിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ പ്രശ്നത്തിൽ പെട്ടു, പക്ഷേ അതൊക്കെ തരണം ചെയ്ത് വന്നില്ലേ. ഇത് അങ്ങനെ വിചാരിച്ചാൽ മതി. അവർക്ക് നിധിയെ കല്യാണം കഴിച്ചതുകൊണ്ട് എന്നോടൊരു വിരോധം അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ ഇങ്ങനെയൊക്കെ എൻ്റെ അച്ഛനും ചേട്ടനും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് സന്തോഷമാകുന്നുണ്ട്. നിധിക്ക് കുറച്ചെങ്കിലും തന്നോടൊരു സ്നേഹം ഉണ്ടെന്നൊക്കെ ഒന്ന് തോന്നി തുടങ്ങുകയാണ് സുധീഷിന്.